സ്വന്തം മണ്ണിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട ഒരു ജനത തങ്ങളുടെ നിലനിൽപ്പിനായി നടത്തിയ ഐതിഹാസികമായ പോരാട്ടമാണ് ബദ്ർ. ജന്മനാടായ മക്കയിൽ ശത്രുക്കളുടെ ക്രൂരമായ പീഡനങ്ങൾ സഹിക്കവയ്യാതെ മദീനയിലേക്ക് ഹിജ്റ പോയ പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അനുയായികൾക്കും അവിടെയും സമാധാനമായി ജീവിക്കാൻ ശത്രുക്കൾ അനുവദിച്ചില്ല. സ്വന്തം കിടപ്പാടവും സമ്പാദ്യവും നഷ്ടപ്പെട്ട് മദീനയിലെത്തിയ അവർക്ക് നേരെ സർവായുധ സജ്ജരായി മക്കക്കാർ യുദ്ധത്തിന് വന്നപ്പോൾ അത് കേവലം ഒരു യുദ്ധമായിരുന്നില്ല, മറിച്ച് സത്യവും അസത്യവും തമ്മിലുള്ള ആദ്യത്തെ നേർക്കുനേർ പോരാട്ടമായിരുന്നു. മക്കയിലെ ഖുറൈശികൾ എല്ലാ അർത്ഥത്തിലും ഭൗതികമായി ശക്തരായിരുന്നു. 1000-ഓളം വരുന്ന സൈന്യവും 100കണക്കിന് കുതിരകളും അത്യാധുനിക ആയുധങ്ങളുമായി അവർ അണിനിരന്നപ്പോൾ മുസ്ലിം പക്ഷത്തുണ്ടായിരുന്നത് വെറും 313 പേർ മാത്രമായിരുന്നു. അവരുടെ പക്കൽ മതിയായ ആയുധങ്ങളോ അഭ്യാസങ്ങളോ പടക്കോപ്പുകളോ ഉണ്ടായിരുന്നില്ല. പക്ഷേ ചരിത്രം സാക്ഷ്യം വഹിച്ചത് അത്ഭുതകരമായ ഒരു വിജയത്തിനായിരുന്നു. ലോകം കണ്ട ആ മഹാവിജയത്തിന്റെ രഹസ്യം ഭൗതികമായ ആയുധങ്ങളായിരുന്നില്ല, മറിച്ച് അവരുടെ ഹൃദയങ്ങളിൽ ജ്വലിച്ചു നിന്ന് ഈമാൻ അഥവാ അചഞ്ചലമായ വിശ്വാസമായിരുന്നു. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ ചലനവും നിശ്ചലനവും പ്രവർത്തനവും പ്രഖ്യാപനവും സ്വന്തം ശരീരത്തോട് ചേർത്തുപിടിച്ച സ്വഹാബികൾക്ക് അല്ലാഹുവിലുള്ള പൂർണ്ണമായ സമർപ്പണമായിരുന്നു ഏറ്റവും വലിയ കരുത്ത്. ആ ഈമാനിന്റെ മുന്നിൽ മല പോലെ വന്ന ശത്രുസൈന്യം മഞ്ഞുപോലെ നിഷ്പ്രഭമായിപ്പോയി. നാം ഇന്ന് ബദരീങ്ങളെ ആണ്ട് നിർവഹിക്കുകയും അന്നദാനങ്ങൾ നൽകുകയും ചെയ്യുമ്പോൾ അത് കേവലം ചടങ്ങുകളിൽ മാത്രം ഒതുങ്ങിപ്പോകരുത്. ബദരീങ്ങൾ പകർന്നു നൽകിയ ആ ആത്മീയ കരുത്തും നിശ്ചയദാർഢ്യവും നമ്മുടെ ജീവിതത്തിലും നാം നെഞ്ചോട് ചേർത്തു പിടിക്കണം. പ്രതിസന്ധികൾ എത്ര വലുതായാലും സത്യത്തിന്റെ പാതയിൽ പതറാതെ നിൽക്കാൻ ആ ചരിത്രം നമ്മെ പ്രേരിപ്പിക്കണം. സർവ്വലോക പരിപാലകനായ അല്ലാഹു ആ ബദരീങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ചുകൂടാൻ നമുക്കേവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ബദരീങ്ങളുടെ ഈമാൻ നമ്മുടെ ഹൃദയങ്ങളിൽ ജ്വലിപ്പിച്ചു നിർത്താൻ നമുക്ക് സാധിക്കട്ടെ. ആമീൻ.